മനുഷ്യന്റെ ജീവിതത്തില് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്നാന്നാ പറഞ്ഞു തന്നെ? എന്നാന്നായിരുന്നു പറഞ്ഞേ? ഏറ്റവും വലിയ പ്രശ്നം, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാ? മനസ്സിലായില്ല ഇതുവരെ എത്ര നാൾ ഇരുന്നിട്ട്? ഒന്നുമില്ല. അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായത്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം പറ. സമാധാനവും എന്താ? സന്തോഷവും ഇല്ലാത്തത്. ആ ഏറ്റവും വലിയ അതൊക്കെ ഇല്ലാതാവാനുള്ള കാരണം എന്താണ്? കാരണം ചിന്തകള്, ഉം, അവനവനെ തിരിച്ചറിയാണ്ട് ജീവിക്കുക. നല്ല പോരട്ടെ. ഭയം. ആ ദൈവത്തിന് യെസ്. തിരിച്ചറിയാത്തത്. ആരാ അത് പറഞ്ഞേ? ഭയം. റാഫി. ആ ശ്രദ്ധിച്ചിരിക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട്. മനുഷ്യന്റെ എല്ലാ പ്രശ്നവും തുടങ്ങുന്നത് ഭയം സ്റ്റാർട്ട് ചെയ്യുന്നവരെയാണ്. ഭയം. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ചെയ്താൽ എന്താവും? നീ നശിച്ചു പോവും, നീ ഇല്ലായ്മപ്പെട്ടു പോവും, നീ നഷ്ടപ്പെട്ടു പോവും. പേടി 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 എന്ന് മനസ്സിൽ കയറുന്നുവോ അന്ന് മുതൽ മനുഷ്യന്റെ ശക്തി ഇല്ലാതാവും. എല്ലാരും ഈ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപയൊക്കെ കൊടുത്ത് ഓരോ ക്ലാസ്സുകളും ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന എന്തിനാണ്? പേടി മാറ്റാൻ വേണ്ടി. പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ്. പേടി മാറ്റാൻ. ഇപ്പൊ കൗൺസിലിംഗിൽ എന്താണ് സംഭവിക്കുന്നത്? പേടി മാറുവാണ്, പേടി മാറ്റുവാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പേടി മാറ്റുവാണ്. അപ്പൊ ഒരു കൗൺസിലിംഗ്, ഒരു സിറ്റിങ്ങിന് 1000 രൂപ. അങ്ങനെ ഒരു 10-20 സിറ്റിംഗ്. ചിലർ 5000 വരെ വാങ്ങണമായിരുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഹീലിങ്ങുകൾ, വ്യത്യസ്തമായ ഹീലിങ്ങുകൾ. ഞാനത് ഒന്നിനെയും പേരെടുത്ത് പറയുന്നില്ല. ഇനി ഇതൊന്നും നമ്മള് വിവാദത്തിനൊന്നുമില്ല. എല്ലാം ചെയ്യുന്നത്, എല്ലാം നിങ്ങളെ ചെയ്യിക്കുന്നത് പേടി മാറ്റുക എന്നുള്ളതാണ്. പേടി അതില്ലാതായി കഴിഞ്ഞാൽ ഒന്നും ഇല്ലാതായി. അപ്പൊ നിങ്ങൾക്ക് പേടിക്ക് പകരം എന്താണ് അവിടെ വേണ്ടത്? പേടിയാണ് പ്രശ്നം. എല്ലാവരും പ്രശ്നം പേടി തന്നെയാണ്. ശ്രദ്ധിച്ചു നോക്കിയോ, പേടി ഭയമായിരിക്കും. ഈ ഭയത്തിന് പകരം നമുക്ക് എന്താണ് വേണ്ടത്? സ്നേഹം, ധൈര്യം വേണം. സ്നേഹമുണ്ട്, സ്നേഹമൊക്കെ അവിടെ കിടക്കട്ടെ. ധൈര്യം ഇല്ലെങ്കിൽ സ്നേഹം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ധൈര്യം വേണം. ധൈര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം? ഒന്ന് പറഞ്ഞേ. സ്നേഹം, ആത്മവിശ്വാസം. നിങ്ങക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടാവോ? സ്നേഹം ഉണ്ടാവണം. സ്നേഹം കൊണ്ട് ധൈര്യം ഉണ്ടാവോ? വിശ്വാസം ഇല്ല. ധനം കൊണ്ട് മാത്രം ധൈര്യം ഉണ്ടാവോ? സമർപ്പണം, ആരോ ഒരാൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആരാണത്? വിശ്വാസം, ഷെറിൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ പേരാണ് പവർ. ശക്തി. പവർ ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടാവും. ഈ പവർ എങ്ങനെയാണ് വരുന്നത്? പവർ എല്ലാവരും പറയും, SM പറയും, എല്ലാ മനുഷ്യനും ഭയങ്കര ശക്തിയാണ്, പറക്കാൻ വരെയുള്ള ശക്തിയുണ്ട്, എന്തും ചെയ്യാനുള്ള ശക്തിയുണ്ട്. ഈ ശക്തി എങ്ങനെ ഉണ്ടാക്കാം? നമ്മൾ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെ? ആത്മാവിനെ അറിഞ്ഞാൽ ശക്തി വരും. കറക്റ്റ്. നീ നിന്നെ അറിഞ്ഞാൽ നീ നിന്റെ ശക്തി അറിയും. നീ ആനയുടെ ശക്തി അറിയാത്തത് ആനയ്ക്ക് ആനയെ അറിയില്ല. ഓക്കെ, അതുപോലെ തന്നെ മനുഷ്യനെ അറിയില്ല.
നിങ്ങൾ ആത്മവിശുദ്ധി നേടി നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് അസാമാന്യമായ ശക്തി വരും. അപ്പൊ മനുഷ്യന് എല്ലാവരുടെ ഉള്ളിൽ ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഈ ദൈവം തെറ്റും ശരിയും തന്നത്? നമുക്ക് എന്തിനാണ് ഈ തെറ്റും ശരിയും ചൂസ് ചെയ്യാനുള്ള അവസരം തന്നത്? നമ്മൾ പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന ഒരേ ലെവലിലുള്ള എപ്പോഴും സന്തോഷമായി ജീവിക്കുന്ന മാലാഖമാരെ പോലെ, ദേവതകളെ പോലെ, ദേവന്മാരെ പോലെ നമ്മളെ സൃഷ്ടിച്ചാൽ പോരായിരുന്നോ? ഈ മനുഷ്യന് ഇത്രയും കഷ്ടപ്പാട് എന്തുകൊണ്ട് നൽകി? മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പക്ഷെ മനുഷ്യന് എല്ലാത്തിനെയും നശിപ്പിക്കാനും എല്ലാത്തിനെയും സംരക്ഷിക്കാനുമുള്ള കഴിവ് മനുഷ്യനുണ്ട്. ആ കഴിവ് വേറെ ആർക്കാ ഉള്ളത്? ഒരു നാട്ടിൽ നാശം ഉണ്ടാക്കാനും ഒരു നാടിനെ നന്നാക്കാനും ആർക്ക് കഴിയും? മനുഷ്യന് കഴിയും. നിങ്ങൾക്ക് കഴിയും. മനസ്സിലായോ? ഒരു നാടിനെ തന്നെ കുട്ടിച്ചോറാക്കാനും ഒരു നാടിനെ തന്നെ നന്നാക്കാനും ഒരു സമൂഹത്തെ തന്നെ നന്നാക്കാനും ഒരു സമൂഹത്തെ തന്നെ നശിപ്പിക്കാനും മനുഷ്യന് കഴിയും. അങ്ങനെ ഒരു തീയോട് കൂടിയിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നു? എന്തിനാണ് എനിക്ക് ഇത്ര ഭാരം തന്നത്? എന്തിനാണ് എനിക്ക് ഇത്ര ഭാരം തന്നത്? വേറെ ആർക്കും കൊടുക്കാത്ത ഒരു ഭാരമായിട്ടാണ് മനുഷ്യൻ അതിനെ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ അതൊരു ഗിഫ്റ്റാണ്. ഗിഫ്റ്റ്, സ്വതന്ത്ര ഇച്ഛയുടെ സമ്മാനം, ഗോഡ്സ് ഗിഫ്റ്റ്. ഗോഡിന് മാത്രമുള്ള, ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് തന്നാണ് വിട്ടിരിക്കുന്നത്, സ്വതന്ത്രച്ച. ലോകത്ത് വേറൊരു ശക്തിക്കും ഈ സ്വതന്ത്രച്ചയില്ല. ലോകത്ത് ഒന്നിനും. ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഈ മനുഷ്യ സൃഷ്ടിയെ ഒരു ലീലയായിട്ടാണ് കാണുന്നത്. ദിവ്യമായ നാടകം, ദിവ്യമായ ഒരു നാടകം. മനുഷ്യൻ എന്തിനാണ് മനുഷ്യന് സ്വതന്ത്ര ഇച്ഛാശക്തി നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിന്ദു വിശ്വാസം അനുസരിച്ച് മനുഷ്യൻ ബ്രഹ്മത്തിൽ നിന്നും വേർപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ബ്രഹ്മം, പരബ്രഹ്മം എന്ന് പറയുന്ന ആ ശക്തിയെ ഫീല് ചെയ്യാൻ വേണ്ടിയിട്ട്, അനുഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മായ, എല്ലാം മായ. ഒരു ദിവ്യമായ നാടകം. ആ മായയില് നമ്മുടെ കർമ്മത്തിലൂടെ, നമ്മുടെ കർമ്മം, നമ്മുടെ ഡ്യൂട്ടി, അതിന്റെ പരിണിത ഫലവും കടന്നു വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മവും അതിന്റെ പരിണിത ഫലവും, ആത്മാവ് അതിന്റെ ഉറവിടത്തിലേക്ക് തിരികെ പോകുന്ന രീതിയാണ് ഈ മായ, ലീല. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത്, നിങ്ങളുടെ പ്രവൃത്തി എന്തും നിങ്ങൾക്ക് ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷെ അതിന്റെ ഫലം നിങ്ങൾ പ്രതീക്ഷിച്ചല്ല ചെയ്യുന്നത്. ആ ഫലം പ്രതീക്ഷിച്ചല്ല നിങ്ങൾ കർമ്മം ചെയ്യണം. നിങ്ങളുടെ കർമ്മം എന്ന് പറയുന്നത് കർമ്മമാണ്. ഭഗവത്ഗീതയില് 2-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ അധ്യായം 20 മുതൽ 23 3 വാചകങ്ങൾ പറയുന്നുണ്ട്. ആ വാചകങ്ങൾ എങ്ങനെ ആണ് പറയുന്നത്? നിങ്ങളുടെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. നിങ്ങളുടെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. ആയുധങ്ങൾക്ക് അതിനെ മുറിവേൽപ്പിക്കാൻ കഴിയില്ല. അഗ്നിക്ക് അതിനെ ദഹിപ്പിക്കാൻ കഴിയില്ല. അത്രയും പവർ നിങ്ങളുടെ ആത്മാവിനുണ്ട് എന്ന് ഗീത പറഞ്ഞു വെക്കുന്നുണ്ട്. അത്രയും പവർ നിങ്ങളുടെ ആത്മാവിനുണ്ട്. എന്നിട്ടും ദൈവികമായി ശ്രീകൃഷ്ണൻ അർജുനനോട് സംസാരിക്കുമ്പോൾ അർജുനനെ ഒരിക്കലും അനുസരിക്കാൻ നിർബന്ധിക്കുന്നില്ല. ഇതെല്ലാം വിശദീകരിച്ചതിന് ശേഷം പറയൂ, ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ.
ഇനി നിന്റെ ഇഷ്ടം പോലെ ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. കൃഷ്ണൻ അർജുനന് പൂർണ്ണമായ എല്ലാ അറിവും നൽകുന്നുണ്ട്. പിന്നെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമാണ്. പിന്നെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം. അതുകൊണ്ട് തന്നെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഒരു മനുഷ്യൻ ഗുരുവും സാക്ഷിയുമായി ഇവിടെ റോൾ പ്ലേ ചെയ്യുകയാണ്. റോൾ പ്ലേ. ശ്രീകൃഷ്ണൻ ഗുരുവാകുന്നു, അർജുനൻ ശിഷ്യനാകുന്നു. റോൾ പ്ലേയിലാണ്. ആ ധർമ്മം പേറി ആര് വന്നാലും ആ പേറി വരുന്നവനെ ഗുരുവായി അംഗീകരിക്കുന്നു. അതാണ് മഹത്തായ പാരമ്പര്യം. അതിലൂടെ മനുഷ്യൻ അവന്റെ കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ എല്ലാം ശരി തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ചിലപ്പോൾ തെറ്റ് ചെയ്യും, ചിലപ്പോൾ ശരി ചെയ്യും. ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയാണിത്. സ്വതന്ത്ര ഇച്ഛയെ മനുഷ്യനിൽ മാത്രം പരിമിതപ്പെടുത്തിയത് അത് പവിത്രമായതുകൊണ്ടാണ് എന്ന് ഹിന്ദുയിസം വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തു മതത്തിലും ക്രിസ്ത്യാനിറ്റിയിലും ദൈവം എന്നാൽ സ്നേഹമാണ്. ആ സ്നേഹമായതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. സ്വാതന്ത്ര്യമില്ലാതെ സ്നേഹം ഉണ്ടാവൂല. എവിടെയാണോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അവിടെയാണ് നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുക. എന്തുകൊണ്ടാണ് മനുഷ്യന് സ്വതന്ത്ര ഇച്ഛാശക്തി, എന്തും തെരഞ്ഞെടുക്കാൻ, ചൂസൻ ചെയ്യാനുള്ള ശക്തി നൽകിയത്? കാരണം തെരഞ്ഞെടുപ്പില്ലാതെ ഒരു സ്നേഹം ഉണ്ടാവൂല. പ്രോഗ്രാമിംഗ് ഉണ്ടാവുള്ളൂ. റോബോട്ടായി പോകും. റോബോട്ട്. ദൈവത്തിന് മക്കളെയാണ് വേണ്ടത്. മക്കളെ, റോബോട്ടിനെ അല്ല. മകനെ, മകളെ, മക്കളെ, കുഞ്ഞാടുകളെ ഇങ്ങനെയൊക്കെ വിളിച്ച് സിംബോളിക് ആയിട്ടാണ്. സിംബോളിക്. അല്ലാതെ നിങ്ങളെല്ലാരും മക്കളായിട്ടല്ല. സിംബോളിക്. റോബോട്ടിനെ വേണ്ട. എനിക്ക് സ്നേഹം നിറഞ്ഞ മക്കളെയാണ് ആവശ്യം. സ്നേഹമുള്ള മക്കളെ. അവിടെയാണ് നമുക്ക് ആ ചൂസ് ചെയ്യാനുള്ള ആ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്. ചൂസ് ചെയ്യാനുള്ള. ഉൽപ്പത്തിയിൽ ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു. ഏദൻ തോട്ടത്തിൽ അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ. നിങ്ങൾക്ക് ഏത് വൃക്ഷത്തിൽ നിന്നും തിന്നാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവുള്ള ഈ വൃക്ഷത്തിൽ നിന്നും തിന്നരുത്. ചൂസ് ചെയ്യാം. തിന്നണമെങ്കിൽ തിന്നാം, തിന്നണ്ടെങ്കിൽ തിന്നണ്ട. സ്വാതന്ത്ര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്ന 16-17 വാക്യാണ്. ആദമിനെയും ഹവ്വയെയും നിങ്ങൾക്ക് ഏത് വൃക്ഷത്തിൽ നിന്നും നിങ്ങൾക്ക് തിന്നാം. പക്ഷെ നന്മതിന്മകളെ കുറിച്ച് അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് മാത്രം ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അവിടെ സ്വാതന്ത്ര്യമാണ് കൊടുത്തത്. തെരഞ്ഞെടുപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അനുസരണം എന്ന് പറയുന്നത് നിർബന്ധിക്കുന്നില്ല. എന്നെ അനുസരിക്കണം, എന്നെ അനുസരിക്കണം എന്ന് നിർബന്ധിക്കുന്നില്ല. അതാണ് ട്രസ്റ്റ്. ദൈവം നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുകയാണ്. ട്രസ്റ്റ്. ഡിവൈൻ നിങ്ങളെ വിശ്വസിക്കുകയാണ്. നിങ്ങളാണ് വിശ്വസിക്കാത്തത്. എന്തിനും നിങ്ങൾക്ക് കഴിയും. എന്നിൽ നിന്നും പുറപ്പെട്ട ഈ സമൂഹം എന്നെ അനുസരിക്കും, എന്നെ വിശ്വസിക്കും, എന്നെ സ്നേഹിക്കും, പൂർണ്ണമായിട്ടും എന്നിൽ സമർപ്പിക്കുമെന്ന് ഡിവൈൻ നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. നമ്മുടെ സ്വാതന്ത്ര്യത്തില് നാം പരാജയപ്പെടുമ്പോഴും ദൈവസ്നേഹം, ഡിവൈനിറ്റി ഒരിക്കലും നമ്മളെ കൈവിടില്ല. ഒരിക്കലും. അതെപ്പോഴും നമുക്ക് താങ്ങും തണലുമായി, നമ്മളെടുത്ത് ചാടിയാൽ താങ്ങുന്ന ഒരു വലയായി അവിടെ തുടരുന്നുണ്ട്.
ക്രിസ്ത്യാനിറ്റിയിൽ വന്ന വിശുദ്ധന്മാരെല്ലാം സെയിൻസ് അഗസ്റ്റിൻ, അവലിയയിലെ സെന്റ് തെരേസ, ഇവരെല്ലാം ഒരുപാട് സെയിൻസ് ഉണ്ട്, ഒരുപാട് സെയിൻസ്. അവരെല്ലാം ദൈവത്തെ പൂർണ്ണമായും തെരഞ്ഞെടുക്കുന്ന ഒരു ഐക്യം, ആത്മാവുമായിട്ടുള്ള ഒരു ഐക്യം സാക്ഷാത്കരിക്കുകയാണ് ചെയ്തത്. അതിലൂടെയാണ് അവർ പൂർണ്ണതയിലെത്തിയത്. അതുപോലെ തന്നെയാണ് ഇസ്ലാമിലെയും അവസ്ഥ. ഇസ്ലാമിലാണെങ്കിലും ശരി, ഹിന്ദുമതത്തിലാണെങ്കിലും ശരി, ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും ശരി, സന്ദേശം വളരെ വ്യക്തമാണ്. ദൈവം ഒരു സാഹസത്തിന് മനുഷ്യനെ സൃഷ്ടിച്ചതല്ല. ദൈവം ഒരു സാഹസത്തിന് സൃഷ്ടിച്ചതല്ല. ദൈവം വളരെ കൃത്യമായ ഒരു 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 തെരഞ്ഞെടുപ്പ് മനുഷ്യനുണ്ടാകണം. അതുകൊണ്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് സ്വതന്ത്രമായ ഇച്ഛാശക്തി, ഇസ്ലാമിൽ അതിന് അമാനത്ത് എന്ന് പറയും. അമാനാത്ത്. ഹിന്ദുവിൽ കർമ്മയോഗ എന്ന് പറയും. ക്രിസ്ത്യാനിറ്റിയിൽ ഗാർഡൻ ട്രയൽ, ഉദ്യാന പരീക്ഷണം. ഇതൊരിക്കലും ഒരു ഭാരമല്ല. മൂന്നിലും ഒരേ രീതിയിലാണ് ഇതിനെ വിശദീകരിച്ചത്. മൂന്ന് മതങ്ങളിലും. ഇനിയിപ്പോ സൗരാഷ്ട്ര മതം എടുത്താലും, നിങ്ങൾ ഏത് മതങ്ങൾ എടുത്താലും, ജൂദായിസ് എടുത്താലും, ഏതെടുത്താലും എല്ലാത്തിലും ഈ സന്ദേശം വളരെ വ്യക്തമാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എവിടെയും ഒരു സംശയത്തിന് പോലും ഇട നൽകിയിട്ടില്ല. എവിടെയും. ഇത് പവിത്രമായൊരു വിശ്വാസമാണ്. ഇതൊരു ഭാരമല്ല. അതൊരു ആത്മാവിന്റെ കരാറാണ്. കരാർ. മനുഷ്യന് പാപം, കഷ്ടപ്പാട്, തെറ്റ്, ശരി, നന്മ, തിന്മ എല്ലാം നല്ലത്, ചീത്ത എല്ലാം അനുവദിക്കുകയാണ് അവിടെ. എല്ലാം അവിടെയാണ് അവബോധം, ദൈവിക ഐക്യം. ഇത്രയും ശക്തി എനിക്ക് കിട്ടിയിട്ടും ഞാൻ എന്ത് ചെയ്യണം? ഇത്രയും ശക്തി എനിക്കുണ്ട് എന്ന് ആദ്യം ബോധ്യം വരണം. എന്നിട്ട് ഞാൻ ഇതിനെ നല്ലതിന് മാത്രം വിനിയോഗിക്കും എന്ന് ചിന്തിക്കാനുള്ള ദൈവികമായ ഒരു ബോധം നിങ്ങൾക്കുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യണത്. അതില്ലാത്തവനെ വീണ്ടും വീണ്ടും കഷ്ടപ്പെടുത്തും. അവൻ മരിച്ചാലും രക്ഷപ്പെടൂല. അവൻ ഇവിടെയും കഷ്ടപ്പെടും, മരണശേഷവും കഷ്ടപ്പെടും. കാരണം അവനെ വീണ്ടും ട്രയൽ ചെയ്യണം. വീണ്ടും അവൻ ശരിയാവണം. അവൻ പഠിക്കണം. അല്ലേ? നമ്മൾ പറയും ആ തെറ്റ് പഠിക്കണ്ടേ? അവൻ പഠിക്കണം. ഭയത്താൽ ചെയ്യുന്ന 1000 പ്രവൃത്തിയേക്കാൾ പ്രിയപ്പെട്ടതാണ് ദൈവത്തിന് നീ സ്നേഹത്താൽ ചെയ്യുന്ന ഹൃദയത്തിൽ നിന്നുള്ള നിന്റെ ഒരിറ്റ് കണ്ണുനീർ. ഭയന്ന് ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ പാടില്ല. വിശുദ്ധ ഖുർആനില് അഹ്സാബ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതില് 33-ാമത്തെ അധ്യായമാണ്. അതിൽ 72-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആകാശത്തിനും ഭൂമിക്കും പർവ്വതങ്ങൾക്കും ഈ അമാനത്ത് സമർപ്പിച്ചു. നിങ്ങൾ ഇത് ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാ ജീവജാലങ്ങളോടും ചോദിച്ചു ഏറ്റെടുക്കുന്നുണ്ടോന്ന്. എന്നാൽ ഇതിനെ വഹിക്കാൻ അവർ ഭയപ്പെടുകയും പിന്മാറുകയും ചെയ്തു. പക്ഷേ മനുഷ്യൻ അത് സ്വീകരിച്ചു. മനുഷ്യൻ ഈ ഭാരമായിട്ടല്ല, ഇതൊരു ഭാരമായിട്ടല്ല എടുത്തത്. സ്വതന്ത്ര ഇച്ഛാശക്തി, ആ പവിത്രമായ തെരഞ്ഞെടുക്കലിന്റെ ഭാരം. വേറെ ഒരു ജീവിക്കൂല തെരഞ്ഞെടുക്കലിന്റെ ഭാരം. വേറൊരു ജീവിക്കൂല. ദേവന്മാർക്കും ഒന്നുമില്ല, ആർക്കുമില്ല. അവർക്ക് അവരുടെ ഡ്യൂട്ടി മാത്രം. ബ്രഹ്മം, പരബ്രഹ്മം, പരമാത്മാവ് എന്തേൽപ്പിച്ചോ ഓൺലി ദാറ്റ് ഡ്യൂട്ടി. ആ ഒരു ഡ്യൂട്ടി മാത്രം. മനുഷ്യൻ അങ്ങനെയല്ല.
മനുഷ്യന് ഇച്ഛാശക്തിയുണ്ട്. എന്ത് ചൂസ് ചെയ്യാം. നമുക്ക് മനുഷ്യനെ സൃഷ്ടിച്ചത്, മറ്റുള്ളവരെ സൃഷ്ടിച്ചത് ചിലപ്പോ പ്രകാശം കൊണ്ടായിരിക്കും, ചിലപ്പോ തീ കൊണ്ടായിരിക്കും. പക്ഷെ മനുഷ്യനെ പ്രകാശവും മണ്ണും രണ്ടും ചേർത്തിട്ട് സൃഷ്ടിച്ചു. രണ്ടും. ദേവന്മാർക്കും മാലാഖമാർക്കും ഏഞ്ചൽസിനും മലക്കുകൾക്കും ഒക്കെ വെളിച്ചവും അനുസരണവും മാത്രമേ തന്നിട്ടുള്ളൂ. ആ പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പവിത്രമായ അവരെ പറഞ്ഞ കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ജിന്ന്, പിശാച്, ഭൂതം എന്നൊക്കെ പറഞ്ഞവർക്ക് അവർക്ക് തീയും അഹങ്കാരവും ധിക്കാരവുമാണ് നൽകപ്പെട്ടത്. എന്നാൽ മനുഷ്യ, നിനക്ക് 2 പവറാണ്, 2 ശക്തി ഒരേ സമയം. എന്തിനേയും താങ്ങാൻ ശേഷിയുള്ള ഭൂമിയുടെയും അതോടൊപ്പം എന്തിനേയും പ്രകാശിപ്പിക്കാൻ കഴിവുള്ള പ്രകാശത്തിന്റെയും 2 ശക്തി ഒരേ സമയം. സ്നേഹിക്കാനോ പിന്തിരിയാനോ ഉള്ള സ്വാതന്ത്ര്യം വരെ നിങ്ങൾക്ക് നൽകി. കാരണം നിർബന്ധിതമായ അനുസരണം എന്ന് പറയുന്നത് സ്നേഹമല്ല. അതുകൊണ്ടാണ് നിർബന്ധിച്ച ഒരാളെ അനുസരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, നീ എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് അനുസരിപ്പിക്കുക എന്ന് പറയുന്നത് സ്നേഹമല്ല. സ്വയം ഇഷ്ടപ്പെടുന്നതാണ് സ്നേഹം. സ്വയം ഇഷ്ടപ്പെടുന്നത്. ഭൂമി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പരീക്ഷണ കേന്ദ്രമാണ്. നിങ്ങൾ എത്രത്തോളം സറണ്ടർ ചെയ്യുന്നു, സ്നേഹിക്കുന്നു, അത്രത്തോളം പവർ നിങ്ങൾക്ക് വരും, അത്രത്തോളം ശക്തി നിങ്ങൾക്ക് വരും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഈ ലോകമല്ല, ഈ പ്രപഞ്ച അണ്ഡകടാഹത്തിലെ മുഴുവൻ, അതിലെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ തൊട്ടടുത്ത്, നിങ്ങളുടെ കൂടെയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പവർ? ആ പവർ ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഭയം ഉണ്ടാവില്ല. ഈ രാവിലെ ചെയ്യുന്ന ഈ പ്രോസസ്സിലൂടെ ഈ സോൾ അവേക്കൻ ചെയ്യുകയാണ്. നിങ്ങളുടെ സോൾ അവേക്കൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് പവർ ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി. അതുകൊണ്ടാണ് ആളുകൾക്ക് ഇതിൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ ധൈര്യം വരുന്നത്. ആ ധൈര്യത്തിലേക്കുള്ള ഒരു വഴികാട്ടിയായി മാറുകയാണ് ഞാൻ അവിടെ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ള ശക്തിയെ പുറത്തു കൊണ്ടുവരികയാണ്. ഈ ദൈവീക കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വച്ചിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ശക്തിയില്ല. അവർക്ക് സത്യത്തിൽ ശക്തിയില്ല. അവർക്ക് പരീക്ഷിക്കപ്പെടുകയോ അവർ തകർക്കപ്പെടുകയോ അവരെ അതിനെ വെല്ലുവിളിക്കുകയോ ഒന്നുമില്ല. വീഴാനും നിലത്തിറങ്ങാനും പറക്കാനും ഒക്കെയുള്ള ചിറകുകൾ നിങ്ങൾക്ക് മാത്രം നൽകിയിട്ടുള്ളൂ. നിങ്ങൾക്ക് മാത്രം, മനുഷ്യന് മാത്രം. എന്താണോ ദിവ്യമായ ആ സ്നേഹം, അതിന്റെ കണ്ണാടിയായിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. കണ്ണാടി, ഞാൻ പറഞ്ഞില്ലേ, ഓരോ കണ്ണാടികൾ. നിങ്ങൾ ഒരാളോട് സ്നേഹം കാണിക്കുമ്പോൾ ദൈവകാരുണ്യം നിങ്ങളവിടെ കാണിക്കുക. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ സമർപ്പിക്കുമ്പോൾ, നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ, നിങ്ങളൊരു നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾ പൈസ ചെലവഴിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ സമർപ്പണം എന്നാണ് നോക്കുന്നത്. ആരെങ്കിലും കാണാൻ വേണ്ടി കൊടുത്തതാണോ, അല്ലെങ്കിൽ പിശുക്കി കൊടുത്തതാണോ? അതല്ല മനസ്സറിഞ്ഞു കൊടുത്തതാണോ എന്ന് നോക്കുന്നത് ഡിവൈൻ. നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നുവോ അങ്ങനത്തെ റിസൾട്ട് നിങ്ങൾക്ക് വരും. 1 രൂപയാണെങ്കിൽ പോലും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ഹൃദയത്തിൽ നിന്നും കൊടുക്കുന്നത്. എനിക്ക് ചെയ്യാൻ കഴിവുള്ളത് ഇതാണ്. ഒരാൾക്ക് ദാനം ചെയ്യാണ്. ദാനം ചെയ്യുമ്പോൾ എന്റെ കഴിവ് എനിക്കറിയാം. അത് അറിഞ്ഞിട്ടും നമ്മൾ പിശുക്കിയാണോ കൊടുക്കുന്നതെന്ന് ആർക്കറിയാം? ഡിവൈനിറ്റിക്ക് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സറിഞ്ഞ് നൽകണം. മനസ്സറിഞ്ഞ്
മാലാഖമാർക്കും ഏഞ്ചൽസിനും ഒന്നും വിശപ്പും ദാഹവും ദുഃഖവും നിരാശയും ഒന്നും അറിയില്ല. കാരണം അവർക്ക് തെരഞ്ഞെടുപ്പില്ല. മനുഷ്യൻ അവർക്കൊരിക്കലും ദൈവത്തിന്റെ മുഴുവൻ നാമങ്ങളെയും കാരുണ്യവാൻ, കരുണാനിധി, കാരുണ്യം നിറഞ്ഞവൻ, എന്തെല്ലാം പേരുകൾ നിങ്ങൾക്ക് വിളിക്കാം, ആ പേരുകളെ ഒന്നും പ്രതിഫലിപ്പിക്കാൻ ആർക്ക് കഴിയില്ല? മാലാഖമാർക്കോ അല്ലെങ്കിൽ ഈ ഭൂതപ്രേത പിശാചുക്കൾക്കോ ഒന്നും കഴിയില്ല. ഒരു ജീവികൾക്കും കഴിയില്ല എല്ലാം പ്രകടിപ്പിക്കാൻ കഴിയില്ല. കരയാൻ കഴിയില്ല. ചില മൃഗങ്ങൾക്ക് കരയാൻ കഴിയില്ല. നിങ്ങൾക്ക് കഴിയും. കരയാൻ കഴിയാത്ത എത്രയോ ജീവികളുണ്ട് ഭൂമിയിൽ. ചിരിക്കാൻ അറിയാത്ത എത്രയോ ജീവികളുണ്ട് ഭൂമിയിൽ. നിങ്ങൾക്ക് എല്ലാം കഴിയും. എവരിത്തിങ്. ചിരിക്കാൻ, കരയാൻ, സഹായിക്കാൻ, ആത്മബലം നൽകാൻ, എല്ലാത്തിനും എല്ലാം. എവരിത്തിങ്. ദിവ്യനാമങ്ങളുടെ പ്രതിഫലനമായിട്ടാണ് നിങ്ങൾ സൃഷ്ടിച്ചത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ എല്ലാ നാമങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ കിങ് ആയി കഴിഞ്ഞാൽ ആ ഭാഗം നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നാമം അതവിടെ നശിച്ചു പോട്ടെ, അവിടെ അങ്ങ് പോട്ടെ, ഇല്ലാതായി പോട്ടെ എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കി കളയും ആള്. അല്ലെ? ഭടന്മാര്. എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും? എവരിത്തിങ്. എല്ലാരും മനുഷ്യന്മാരായിരുന്നു അങ്ങനെ വന്ന ആളുകളൊക്കെ. ദൈവനാമങ്ങൾ നിങ്ങൾ കരുണയുള്ളവൻ, ദയയുള്ളവൻ, നീതിമാൻ, ക്ഷമയുള്ളവൻ, എല്ലാം നിങ്ങൾക്ക് പറ്റൂലേ? വേറെ ആർക്ക് പറ്റും? ഒരാത്മാവിന്റെ രൂപരേഖ എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാനുള്ള കഴിവില്ലാതെ ശരി ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. തെറ്റ് ചെയ്യാനുള്ള കഴിവില്ലാതെ ശരി ചെയ്യാനുള്ള കഴിവ് മനുഷ്യന് നൽകിയാൽ അത് അർത്ഥശൂന്യമായി പോകും. ഇരുട്ടില്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് വെളിച്ചം കാണാൻ പറ്റൂല. നിങ്ങൾ വീഴ്ചയില്ലാതെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ, സഫറിങ് ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും കീഴടങ്ങൂല. നിങ്ങളുടെ ഈഗോ സമ്മതിക്കൂല, അഹങ്കാരം സമ്മതിക്കൂല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു യുഗത്തിന്റെ മാറ്റത്തിലാണ് നമ്മളുള്ളത്. ഒരു യുഗത്തിന്റെ മാറ്റം. എല്ലാ കഷ്ടപ്പാടുകൾ, സഫറിങ്സ്, മനുഷ്യന് മുഴുവൻ കഷ്ടപ്പാട്. അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ. അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ. നിങ്ങളിത് മറ്റുള്ളവരിലോട്ട് എത്രയും പേരിലോട്ട് എത്തിക്കാവോ അത്രയും പേരിലോട്ട് എത്തിച്ചു കൊടുക്കണം. ഇറ്റ്സ് എ റെവല്യൂഷൻ. അതാണ് കുടുംബങ്ങൾ ഛിദ്രത, മക്കള് തമ്മിൽ പ്രശ്നം, മക്കളുടെ ഇടയിൽ പ്രശ്നം, മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രശ്നം. എന്തിന്? റിലേഷൻഷിപ്പുകളില് കാമുകന്മാരുടെ ഇടയിൽ ഡെയിലി പ്രശ്നം. ഡെയിലി എവിടെ നോക്കിയാലും പ്രശ്നം. രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം. ഇവിടെയാണ് നമ്മൾ സേഫ് ആവേണ്ടത്. നമ്മൾ കൃത്യമായി ബുദ്ധിമാനായ മനുഷ്യൻ, നമ്മുടെ പൊസിഷൻ, ബുദ്ധിമാനായ മനുഷ്യൻ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ചിന്തിക്കുന്നവർക്ക് ഇത് പറയാനാണ് എന്റെ ദൗത്യം, എന്റെ നിയോഗം. ഇത് ചെറിയ നിയോഗമല്ല. നിങ്ങളും ഈ ചെറിയ നിയോഗത്തിന്റെ ഭാഗമല്ല. കുറച്ച് നാളുകളെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് നാളുകളെ കഴിയുമ്പോൾ കണ്ടറിയേണ്ടതുണ്ട്. കേട്ടറിഞ്ഞത് പലതും കണ്ടറിയേണ്ടതുണ്ട്. പലതും സംഭവിക്കാൻ പോകുന്നുണ്ട്. പലതും നടക്കുന്നുണ്ട് ഈ ലോകത്ത്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നടന്നിട്ട് നാളെ നടക്കും. കുറച്ച് നാളുകൾ ഇങ്ങനെ പോവും. അതിനു മുമ്പ് നമ്മുടെ കാര്യം, നമുക്ക് ബുദ്ധി വന്നിട്ടുണ്ട്. ബുദ്ധി നമ്മളത് തെരഞ്ഞെടുക്കണം. നമ്മൾ തെരഞ്ഞെടുക്കണം. നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ചൂസൻ തന്നത്? ദൈവത്തിന് വേണമെങ്കിൽ നിങ്ങളൊരു മാലാഖയാക്കാമായിരുന്നു. പക്ഷെ നിങ്ങളെ മനുഷ്യനാക്കി. നിങ്ങൾക്ക് കടമകൾ മാത്രമല്ല, ആഗ്രഹം നടന്നി. ആഗ്രഹം മാത്രം, ശക്തി മാത്രമല്ല, സമരം ചെയ്യാനുള്ള കഴിവ് നൽകി. കാരണം നിങ്ങളുടെ ചരിത്രത്തിലൂടെ, നിങ്ങളിലൂടെ തന്നെ ദൈവം തന്നെ അറിയാൻ ആഗ്രഹിക്കുകയാണ്.
നിങ്ങൾ പൂർണ്ണതയുള്ളവനാകുന്നുണ്ടോ? യാഥാർത്ഥ്യമാകുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ടോ? സ്വർഗവും നരകവും ഇവിടെയാണ് എന്ന് പറഞ്ഞ് അൻമോൾ മാഡം ഒരു പാട്ട് പാടിയില്ലേ? ജീനായ ഹ മർനായ ഹ തേരെ സിവ. സ്വർഗ സ്വർഗ ഹേ നരക അങ്ങനെയല്ലേ പറഞ്ഞ? അതെ. यही नरक यहाँ ആ इसके सिवा जाना कहाँ. അതെ. സ്വർഗവും നരകവും ആസ്വദിച്ച ഒരു ആത്മാവിൽ നിന്ന് യഥാർത്ഥ കീഴടങ്ങൾ തുടങ്ങുന്ന നിമിഷം, യഥാർത്ഥ സറണ്ടറിങ്, യഥാർത്ഥ സമർപ്പണം തുടങ്ങുന്ന നിമിഷം ദൈവം അത്ര സന്തുഷ്ടനാകും. 1000 വർഷം സ്തുതിച്ച ഒരു മാലാഖിയേക്കാൾ 1000 വർഷം സ്തുതിച്ച, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാലാഖമാർ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ദാറ്റ് ഈസ് ദെയർ ഡ്യൂട്ടി. ഒരു ഡ്യൂട്ടിയും തരാത്ത മനുഷ്യൻ സ്വതന്ത്രമായ ഇച്ഛാശക്തി നൽകിയിട്ടുണ്ട്. തെറ്റ് തിരഞ്ഞെടുക്കണോ തെറ്റ് തിരഞ്ഞെടുക്കാം, ശരി തിരഞ്ഞെടുക്കണോ ശരി തിരഞ്ഞെടുക്കാം. അതൊന്നും അല്ല വിഷയം. അവിടെ ഇതെല്ലാം ഉണ്ടായിരിക്കുമ്പോഴും പൂർണ്ണമായ ഒരു സമർപ്പണം, സറണ്ടർ, എന്നിട്ട് പറയുന്ന ഒരു സ്തുതി, ദൈവമേ നന്ദി, ഈശ്വര നന്ദി. ആത്മാവിൽ നിന്നും പറയുന്ന ആ യഥാർത്ഥമായ ഒരു കീഴടങ്ങളുടെ നിമിഷം നിങ്ങൾ വിളിക്കുന്ന ഈശ്വരന്, ദൈവത്തിന്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഏറ്റവും പ്രിയപ്പെട്ട. അതുകൊണ്ടാണ് ഞാൻ സറണ്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശപിക്കരുത്. എന്തിനാണ് ദൈവം ഈ കഷ്ടപ്പാട് തന്നത്? എന്തിനാണ് എനിക്കിങ്ങനെ എനിക്ക് നല്ലത് മാത്രം തന്നാ പോരായിരുന്നു. നല്ലത് തന്നിരുന്നെങ്കിൽ നിങ്ങൾ നാശത്തിലകപ്പെട്ടേനെ. നല്ലത് മാത്രം നിങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ ചിന്തിക്കും പോലെ അല്ല, അത് മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഈഗോ പ്രശ്നം ഉണ്ടാക്കിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം നിന്നത്, ചൂസ് ചെയ്യാനുള്ള അവസരം. മനുഷ്യൻ പുറപ്പെടുന്നതിന് മുമ്പ്, മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് അദൃശ്യമായ ഒരു ലോകത്ത് പവിത്രമായ ഒരു ഒത്തുചേരലുണ്ടായി. അതാണ് മനുഷ്യൻ തമ്മിലുള്ള ബന്ധം. എല്ലാ ആത്മാക്കളെയും അവിടെ ഒരുമിച്ച് കൂട്ടി, എല്ലാ ആത്മാക്കളെയും. മാലാഖമാരും മറ്റു എല്ലാ വർഗങ്ങളും ഒക്കെ വിസ്മയത്താൽ നിൽക്കുന്ന രീതിയിൽ ഒരു പ്രകാശം പ്രകാശിച്ചു. ദിവ്യമായൊരു ട്രസ്റ്റ്, ദിവ്യമായൊരു വിശ്വാസം അർപ്പിക്കേണ്ട ദിവസമായിരുന്നു അന്ന്. അർപ്പിക്കേണ്ട ദിവസം. ദൈവം തന്റെ അതിമഹത്തായ മഹത്വത്തിൽ നിന്നും പറഞ്ഞു, ആഗ്രഹത്തിന്റെ അഗ്നിയും ഓർമ്മയുടെ വെളിച്ചവും ഉൾക്കൊള്ളുന്ന ഒരു അമൂല്യമായ ഒരു ഇത് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. അമൂല്യമായ ഒന്ന് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. മണ്ണിൽ വീഴാൻ കഴിവുള്ളതും എന്നാൽ ആകാശത്തേക്കാൾ ഉയരത്തിൽ ഉയരുന്നതുമായ ഒന്ന്. എന്റെ സൃഷ്ടികളിൽ ആരാണിത് വഹിക്കുക? ആരാണ്? ആദ്യം പർവ്വതങ്ങൾ, കൊടും പർവ്വതങ്ങൾ മുന്നോട്ട് വന്നു. പർവ്വതങ്ങൾ, ഞങ്ങൾ അതിശക്തരാണ്. നീ ഞങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഭൂമിയിൽ ഒരു ആണിയായിട്ടാണ്. ഭയങ്കര പവറാണ് ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് ഈ ഭാരം വഹിക്കാൻ കഴിയും. എത്ര വലിയ ഭാരവും വഹിക്കാവുന്ന രീതിയിലാണ് നീ ഞങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ആഗ്രഹത്തിന്റെയും സംശയത്തിന്റെയും മരണത്തിന്റെയും ഭാരം അവരെ ഒന്ന് കാണിച്ചപ്പോൾ അവര് കിട്ടുകിട്ടാ വിറച്ചുകൊണ്ട് കുമ്പിട്ട് നിന്നു. കിടുകിടാ വിറച്ചുകൊണ്ട് കുമ്പിട്ട് നിന്നു. ഈ ഗാലക്സികൾ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഭാരം വഹിക്കാൻ കഴിയും.
വലിയ വലിയ ഇതിനെ പോലും, ഗോളങ്ങളെ പോലും, ഭൂഗോളങ്ങളെ പോലും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. എന്നാൽ സ്വതന്ത്രമായ ഇച്ഛാശക്തിയുടെ പരീക്ഷണം കണ്ടപ്പോൾ ആ ശക്തികൾ വരെ നിശബ്ദരായിട്ട് തകർന്ന് പിന്മാറി. വലിയ വലിയ സമുദ്രങ്ങൾ ആഴമേറിയതും നിഗൂഢമായതുമാണ്. പക്ഷേ അവരിഷ്ടത്തിന്റെയും നിരാസത്തിന്റെയും കയ്പ്, ഇഷ്ടത്തിന്റെയും ഇഷ്ടമില്ലായ്മയുടെയും കയ്പ് ആസ്വദിച്ചപ്പോൾ അവര് പിന്തിരിഞ്ഞുപോയി, കരഞ്ഞുപോയി. അപ്പോൾ വെറും ദുർബലമായ മണ്ണിൽ നിന്നും സൃഷ്ടിച്ച ഒരു രൂപം അവൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ആകാശം പോലെ വിശാലമോ പർവ്വതം പോലെ ശക്തമോ കടൽ പോലെ ആഴമോ അല്ല, എന്നിട്ടും ഞാനിത് വഹിക്കും. ദാറ്റ്സ് ദ പവർ ഓഫ് എ കോമൺ മാൻ. ഞാനിത് വഹിക്കും. എന്ത് വീണാലും ഞാൻ തിരിച്ചു വരും. മാലാഖമാർക്ക് പോലും ആ നിമിഷത്തിൽ ഞെട്ടിവിറച്ചുപോയി. അവര് പോലും പറഞ്ഞു, ഏറ്റവും പ്രധാന മാലാഖയായ ഗബ്രിയേൽ, ജിബ്രീൽ വരെ ചോദിച്ചു, ഓ കർത്താവേ, എന്താണിത്? അഹങ്കാരവും അഭിനിവേശവും മറവിയും ഭയവും ധൈര്യവും എല്ലാം നീ ഇവർക്ക് കൊടുക്കുകയാണോ? ഇവര് മുമ്പ് സൃഷ്ടിച്ചവരെ പോലെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കില്ലേ? ദൈവം അതിന് മറുപടി കൊടുത്തു. ഇതെല്ലാത്തിനുമൊപ്പം അവർ മറ്റൊന്നുകൂടി വഹിക്കുന്നുണ്ട്. അവരെ കുറിച്ച് മറന്നുപോയ ഒരു ഓർമ്മ അവർ വഹിക്കുന്നുണ്ട്. തകർന്നതിന് ശേഷമുള്ള സ്നേഹം അവര് വഹിക്കുന്നുണ്ട്. മത്സരിച്ചതിന് ശേഷം, എന്നോട് പോലും മത്സരിച്ചതിന് ശേഷമുള്ള കീഴടങ്ങൽ, സമർപ്പണം അവർ വഹിക്കുന്നുണ്ട്. വിശപ്പറിയാതെ, ദുഃഖമറിയാതെ, സങ്കടങ്ങൾ അറിയാതെ മാലാഖമാർ എന്നെ സ്തുതിക്കുന്നുണ്ട്. എന്നാൽ ഈ ആത്മാവ് തകർന്നതിന് ശേഷവും, ദുഃഖമറിഞ്ഞതിന് ശേഷവും, വിഷമങ്ങൾ അറിഞ്ഞതിന് ശേഷവും, സങ്കടങ്ങൾ അറിഞ്ഞതിന് ശേഷവും അവൻ എന്നെ സ്തുതിക്കും. എല്ലാം അറിഞ്ഞതിന് ശേഷവും അവൻ എന്നെ സ്തുതിക്കും. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നതിന് ശേഷം അവൻ എന്നില് സമർപ്പിക്കും. അതിനാൽ ഈ മനുഷ്യ വിഭാഗത്തിന്, ഈ ചെറിയ വിഭാഗത്തിന് എല്ലാവരും സാഷ്ടാംഗം വീഴുക. എല്ലാവരും, സകല ചരാചരങ്ങളും. നമുക്ക് കിട്ടിയ പവറാണത്. എല്ലാത്തിനെയും നമ്മുടെ മുമ്പിൽ സാഷ്ടാംഗം വീഴ്ചു. എല്ലാ ചരാചരങ്ങളെയും, മാലാഖമാർ മുതൽ സകലതും ആദമിനെ വണങ്ങി. അതാ കളിമണ്ണ് കൊണ്ടുള്ള ശരീരം, മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ട, മണ്ണിലെ എല്ലാ ധാതുക്കളും മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ട ആ ശരീരം കണ്ടിട്ടല്ല അവൻ സ്വീകരിച്ച ആ മുൾക്കിരീടം കണ്ടിട്ടാണ്. മുൾക്കിരീടം അവൻ സ്വീകരിച്ച അതിന്റെ പവർ കണ്ടിട്ടാണ്. അതിന്റെ പവർ അതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ കിരീടം. മാംസവും മറവിയും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ധരിച്ച് ആത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ മാലാഖമാർ വരെ കരഞ്ഞു എന്നാണ് പറയുന്നത്. എന്താ? ഭയം കൊണ്ട്. ദൈവം തന്നെ സ്വതന്ത്രമായി കണ്ടെത്താൻ കഴിയുന്ന ദൈവികമായ ഗുണങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സൃഷ്ടി, അത് ഹൃദയത്തിനുള്ളിലേക്ക് ഒളിക്കാൻ വേണ്ടി സ്വയം കണ്ടെത്തുന്ന ആ ഒളിച്ചു പോകുന്നത് കണ്ടിട്ട് മാലാഖമാർ കരഞ്ഞു എന്ന് പറഞ്ഞു. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ മടക്കിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒളിച്ചു പോകുന്നത് കണ്ടിട്ട് ഈ ഒരു ഭയം, നമ്മൾ ഏറ്റെടുത്ത ആ ഒരു ആ ഭാരം, എന്നാൽ അതേ ഭയത്തിൽ നിന്ന് തന്നെ
അതിനെ നമുക്ക് ഉള്ളിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരേ ഒരു സൃഷ്ടിയും നമ്മൾ മാത്രമാണ്. ഒരേ ഒരു സൃഷ്ടി. വീഴാനുള്ള സ്വാതന്ത്ര്യവും ഉയരാനുള്ള സ്വാതന്ത്ര്യവും താഴെ വീഴാനുള്ള സ്വാതന്ത്ര്യവും തെറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ശരി ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം അതിനു വേണ്ടിയിട്ട് ദൈവം ആരെ തെരഞ്ഞെടുത്തില്ല, നിന്നെ മാത്രം തെരഞ്ഞെടുത്തു. നിന്നെ മാത്രം. നിന്റെ ഈ പറയുന്ന ആഗ്രഹം, കണ്ണുനീര്, സങ്കടം, സന്തോഷം തുടങ്ങിയ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരു മാലാഖമാർക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു കഥ എഴുതുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ആ കഥകളാണ് മനുഷ്യൻ ഭൂമിയിൽ രചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ പൂർണ്ണമായും സറണ്ടർ ചെയ്യുക. അവിടെയാണ് നിങ്ങളുടെ വിജയം. പൂർണ്ണമായിട്ടും സറണ്ടർ. ശാശ്വതമായ സമാധാനം സറണ്ടറിന് പുറത്താണ്. ശാശ്വതമായ സമാധാനം. ഓക്കെ, എല്ലാവരും പ്രോസസ്സിന് വേണ്ടി റെഡി ആയിക്കോ.